ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ എന്തിനെക്കുറിച്ചാണെന്ന് അറിയാമോ? ശരിക്കും നമ്മുടെ ഒരുപാട് ഈ ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസാണ്. ഇപ്പോൾ വീഡിയോ ഒക്കെ വയ്ക്കുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു ഡൗട്ടാണ്, ഏത് ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ വീടിന് ഉപയോഗിക്കണം. അതിൽ ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഹൗസ് വയറിംഗ് ആണ്. വയർ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ സ്വിച്ചിൻ്റെയൊക്കെ ഒരു ടോപ്പിക് ഇട്ടിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗസ് വയറിംഗ് ആണ്. അപ്പം ഒരുപാട് പേരുടെ അത് ഈ വീഡിയോ ഇടാൻ കാരണം വേറൊന്നും കൊണ്ടുമല്ല, കോയമ്പത്തൂരിൽ നിന്ന് ഈ കേബിൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണോ, പ്രൈസ് കുറച്ച് കിട്ടും, എപ്പോഴും വിലയുടെ കാര്യമാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത്. അതിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണോ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ്. പ്രൈസ് ഫാക്ടറാണ് അതിൻ്റെ അകത്ത് മെയിൻ. പ്രൈസ് ഒരു ബിഎസ് ഫാക്ടർ ആണെങ്കിലും നമ്മൾ ഓർക്കുക, ഒരു വീട് വെച്ചാൽ നമ്മൾ ആകെ അതിൽ ഒരു പ്രാവശ്യമാണ് വയറിങ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിൽ നമ്മൾ മേജറായിട്ടുള്ള ഒരു കോസ്റ്റ് കൺസിഡറേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അപകടങ്ങൾ നമ്മൾ ക്ഷണിച്ചുവരുത്തുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു കേബിൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ കമ്പനി പ്രൊഡക്റ്റുകളുടെയും ഈച്ച കോപ്പി എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാൻ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ അറിയാവുന്ന ഒരാൾക്കല്ലാതെ ഒരു കോപ്പീഡാണ് എന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ബ്രാൻഡഡ് സാധനങ്ങളെ കോപ്പി ചെയ്യുകയാണ്. ലെഗ്രാൻഡിൻ്റെ സ്വിച്ചുകൾ, ലെഗ്രാൻഡിൻ്റെ ഇലക്ട്രിക് പ്രോഡക്റ്റുകൾ, ഫിനോലെക്സിൻ്റെ വയറുകൾ, ഇതെല്ലാം നമുക്ക് എല്ലാത്തിൻ്റെയും കോപ്പീഡ് പ്രോഡക്റ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ അപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കും ഒരു സാധാരണക്കാരനാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നത്. ചിലപ്പോൾ ഒരു ഇലക്ട്രീഷ്യനൊക്കെ പോയാലായി, പോയില്ലെങ്കിലായി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേക്ക് ആണോ നല്ലതാണോ എന്ന് എങ്ങനെ സെലക്ട് ചെയ്യാം, അതിനെപ്പറ്റിയാണ് പറയുന്നത്. സ്പെഷ്യലി ഇന്ന് നമ്മൾ പറയുന്നത് കേബിൾസ് അല്ലെങ്കിൽ വയറിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഒരു വയർ കൺസിഡർ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലിപ്പം ഒരു 2-3 കമ്പനികളുടെ വയർ ഇരിപ്പുണ്ട്. 1 സ്ക്വയർ mm വയറാണ്. നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു കമ്പനി, ഒരു ഫിനോലെക്സ്, പണ്ട് മുതലുള്ള കമ്പനിയാണ് ഫിനോലെക്സ്. ഫിനോലെക്സിൻ്റെ ക്വാളിറ്റി വൈസ് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്പർ 1 ആയിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ആദ്യത്തെ ഒരു 10 കേബിൾസിൽ ആദ്യം വരുന്ന ഒരു പേരായിട്ട് നമുക്ക് ഫിനോലെക്സിനെ പറയാം. കാരണം ക്വാളിറ്റി വൈസ് ഫിനോലെക്സ് ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫിനോലെക്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വയേഴ്സാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണുക. അതിൻ്റെ കവറിങ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഫിനോലെക്സ് തന്നെ അതിൽ അവരുടെ ഒരു കോപ്പീസ് ഇറങ്ങിപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു കാര്യം കൊടുത്തിരിക്കുന്നു. നമ്മുടെ കേബിളിൻ്റെ ആ ഒരു കേസിങ്ങിൽ തന്നെ, അതായത് കാർബൺ അല്ല, നമ്മുടെ ബോക്സ് വരുമല്ലോ കേബിൾ ഇടുന്നത്, ഓക്കെ, അതിന് ഒരു 3 തരത്തിലുള്ള കോഡിങ്സ്, കളർ കോഡിങ് അല്ല, ബാർ കോഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചുരണ്ടി നോക്കി കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ബാർകോഡ് സ്കാനർ ആപ്ലിക്കേഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. ഓക്കെ, അപ്പം അതാദ്യം ചെക്ക് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് മാർഗ്ഗങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ്ഡ് ആണ്, ഇലക്ട്രീഷ്യന്മാർക്ക് അത് കറക്റ്റ് അറിയാൻ സാധിക്കും. സിമ്പിളായിട്ട് അറിയാൻ പറ്റുന്ന 1-2 മാർഗ്ഗങ്ങൾ ഞാൻ പറയുകയും ചെയ്യാം. ഇപ്പോൾ ഫിനോലെക്സ് കേബിളിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫിനോലെക്സിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു 3 കളർ കോഡിങ് അല്ല, ബാർ കോഡിങ് സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് സ്ക്രാച്ച് ചെയ്തതിന് ശേഷം അത് നിങ്ങളൊരു ബാർകോഡ് റീഡറിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഉള്ള ജെനുവിൻ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും. ഇപ്പം ചിലതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ആ ബാർകോഡിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ കൊടുക്കും, സ്ക്രാച്ച് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ ചുരണ്ടി നോക്കുമ്പോൾ ഒന്നും കാണില്ല. അതേപോലെ തന്നെ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു കോഡ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ കോഡ് നമ്പറിൻ്റെ ഫോണ്ട് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ കവറിൽ, അതായത് ഇവർ യൂസ് ചെയ്യുന്നത്, അതായത് നമുക്ക് ഒറിജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒറിജിനൽ കമ്പനിക്കാർ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഒരു പേറ്റൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കും യൂസ് ചെയ്യുക. അതായത് അവർ യൂസ് ചെയ്യുന്ന ഫോണ്ടുകൾ സ്റ്റാൻഡേർഡ് ഫോണ്ടുകളായിരിക്കത്തില്ല. അപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു വേർഡിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള കുറേ ഫോണ്ടുകൾ കാണാൻ സാധിക്കും, ഇല്ലേ? ഏരിയൽ, അതേപോലെ ടൈംസ് ന്യൂ റോമൻ എന്നൊക്കെ, ഇങ്ങനെയുള്ള ഫോണ്ടുകളല്ല ഒരു കമ്പനി യൂസ് ചെയ്യുക. കമ്പനിക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് അവർ ചെയ്യുന്ന ഒരു ഫോണ്ടുകളാണ് അവർ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഫോണ്ടിൽ ചിലപ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ, അതേപോലെ കളറും അതെ, ഈ കളറിൻ്റെ മിക്സിങ്, കാര്യങ്ങളെല്ലാം തന്നെ കസ്റ്റമൈസ് ചെയ്ത് അവർ തേർഡ് പാർട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതൊന്നും കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇപ്പം നമ്മൾക്കറിയാം, ഈ നമ്മുടെ ഒരു കപ്പാസിറ്റർ, ഈ ഒരു കപ്പാസിറ്റർ കെൽട്രോണിൻ്റെ പേര് വരുന്ന കപ്പാസിറ്റർ എന്നൊക്കെ, കെൽട്രോൺ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ കപ്പാസിറ്റർ എടുക്കാറുണ്ട്. പക്ഷേ ഈ കെൽട്രോണിൻ്റെ ഒറിജിനലും ഡ്യൂപ്പും ഉണ്ട്. ഇപ്പം ഇത് നോക്കുവാണെങ്കിൽ ഇതൊരു ലൈറ്റ് കളറാണ്, ഇത് നമുക്ക് ഒറിജിനൽ എന്ന് വിചാരിക്കാം. പക്ഷേ ഇതിൻ്റെ ഫേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ കുറച്ച് തിക്കായിട്ട് നല്ല ഓറഞ്ചിൽ വരുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇറങ്ങുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഫേക്ക് ആണ്. അപ്പോൾ ഈ കളറിൽ വരുന്ന മിസ്മാച്ചുകൾ, ഫോണ്ടിങ്ങിൽ വരുന്ന, അതായത് എഴുത്തിൽ വരുന്ന മിസ്മാച്ചുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ബാഹ്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും.
പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് കേബിൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, കേബിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേബിളിൻ്റെ 2 കാര്യങ്ങളാണ് ഇത് മെയിൻ ഉള്ളത്. ഇതിൻ്റെ സ്ട്രാൻഡ്സ് എന്ന് പറയും, ഓക്കെ, അതായത് കോപ്പർ സ്ട്രാൻഡ്സ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഔട്ടറായിട്ട് വരുന്ന ഈ ഒരു കവറിങ്, അതായത് ഷീൽഡ്, ഇതിൻ്റെ അകത്ത് വരുന്ന ഈ കവറിങ് ഉണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഇതിന് മെയിൻ ഉള്ളത്. അപ്പം ഇതിനും പ്രത്യേകതയുണ്ട്, ഇതിനും പ്രത്യേകതയുണ്ട്. ഇതൊരു 1 സ്ക്വയർ mm 3 കേബിൾ, 3 കമ്പനികളുടെയാണ്. ഇത് ലോക്കലാണ്. ലോക്കൽ എന്ന് പറഞ്ഞാൽ പേര് പോലും ഇല്ലാത്ത ഒരു ബ്രാൻഡ്. ഇതേതോ G-Plexോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു പേര്. ഇതൊരു V-Guardൻ്റെയാണ്. ഓക്കെ, 3 കേബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. 3 ഒരു പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 14 സ്ട്രാൻഡാണ്. 14 ഈ ഓരോരോ സംഭവങ്ങളുണ്ടല്ലോ, ഈ ഒരു സാധനം ഇതിനെ പറയുന്നതാണ് 14 സ്ട്രാൻഡ്. ഇത് കോപ്പറിൻ്റെ സ്ട്രാൻഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. 14 സ്ട്രാൻഡാണ് 1 സ്ക്വയർ mm വയറിലുള്ളത്. അപ്പോൾ ഈ 14 സ്ട്രാൻഡുകളിൽ ഇത് ഉരിഞ്ഞു കഴിയുമ്പോൾ, അതായത് ഇതിൻ്റെ ഔട്ടർ ഷീൽഡ് ഉരിഞ്ഞു കഴിയുമ്പോൾ ഇതിൽ കളർ വ്യത്യാസങ്ങളോ, ഇതൊന്നും ചുരണ്ടി നോക്കുക, കളർ വ്യത്യാസമോ കാര്യങ്ങളോ കാണുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം ഇത് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും പ്യൂർ കോപ്പർ അല്ലാതെ അലോയ്, അത് ഈ കാണുന്ന എല്ലാം പ്യൂർ കോപ്പറാണെന്നില്ല. കോപ്പറിൽ തന്നെ പെർസെൻറ്റേജ് വൈസ് അതിൽ എത്ര കണ്ടൻറ്റ് കോപ്പർ ഉണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 99.9% കോപ്പർ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ആ കോപ്പറിൻ്റെ പ്യൂരിറ്റി അനുസരിച്ചിരിക്കും ഇതിന് ക്ലാവ് പിടിക്കുക, ഇതിങ്ങനെ എന്താ പറയുന്നത്, ഇതിൻ്റെ കണ്ടക്ടിവിറ്റി നഷ്ടപ്പെടുക, ഇത് ഒടിഞ്ഞു പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. 99% എന്നൊക്കെ പറഞ്ഞാൽ പ്യൂർ കോപ്പറാണ്. അപ്പം ഇതിൻ്റെ ഒരു എത്ര വർഷം കഴിഞ്ഞാലും ചില വയറുകൾ നമ്മൾ ഉരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊന്നും പോകാതെ ബ്ലാക്ക് ആൻഡ് ആവാതെ ഒരു തെളിഞ്ഞ് നിൽക്കുന്നതാണ്. സോ അതാണ് ഒറിജിനൽ കേബിളുകളുടെ ഏറ്റവും വലിയ ഒരു ഗുണം, കണ്ടക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ഇൻസുലേഷന് വരുവാണെങ്കിൽ എന്തിനാണ് ഇൻസുലേഷൻ യൂസ് ചെയ്യുക? ഇൻസുലേഷൻ യൂസ് ചെയ്യുക നമുക്ക് ഇലക്ട്രിക് ഷോക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് ചോക്കൊക്കെ ഏൽക്കാതിരിക്കാനായിട്ട്. രണ്ടാമത് വയറിൻ്റെ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അല്ലേ, പെട്ടെന്ന് ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ എത്താം. അപ്പം ഇതിനും ഒരു പ്രത്യേകതയുണ്ട്. അത് നമുക്കിപ്പം ഇത് ഞാൻ പറഞ്ഞു ഒരു പക്ക ലോക്കൽ ആയിട്ടുള്ള ഒരു കേബിളാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കേബിൾ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, ഇതിൻ്റെ അകത്ത് എന്താണ് കാണാൻ സാധിക്കും? നിങ്ങൾ കേബിൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. കേബിളിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും, ഏത് കമ്പനിയുടെയാണെന്ന്. അതിൻ്റെ വോൾട്ടേജ് ഒരു 1000 വോൾട്ടും സംതിങ് എഴുതിയിട്ടുണ്ടാവും. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളൊരു സംഭവമുണ്ട്, എഫ് ആർ കേബിൾ. എന്താണ് FR കേബിൾ? FR കേബിൾ എന്ന് പറഞ്ഞാൽ ഫയർ റെസിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ തീ പിടിക്കാത്ത കേബിൾ എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു നമുക്കറിയാം ഇപ്പോഴും ഇലക്ട്രിക്കൽ സാധനങ്ങൾ തീ പിടിക്കാനുള്ള, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു പർട്ടിക്കുലർ സമയത്തേന് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതാണ് FR എന്നുള്ള കേബിൾ. ഈ FR കേബിൾ അല്ലാതെ ഫ്ലെയിം റിട്ടാർഡൻറ്റ് കേബിൾ വരുന്നുണ്ട്. അത് തീ പിടിക്കും, പക്ഷേ അത് ഒരുപാട് സ്ഥലത്തോട്ട് സ്പ്രെഡ് ചെയ്യാതെ സഹായിക്കുന്ന കേബിൾ. അത് ഇൻഡസ്ട്രികളിലാണ് യൂസ് ചെയ്യുക. നമുക്കിപ്പം ഫയർ റെസിസ്റ്റൻസ് കേബിൾസാണ് യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ് ഫയർ റെസിസ്റ്റൻസ് കേബിൾ? ഞാനിതിപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിതിപ്പം ഉരുക്കി നോക്കിയിട്ടുണ്ട്. അതാ ഈ കേബിൾ ഉരുക്കിയിട്ടുണ്ട്. അപ്പം ഈ കേബിൾ ഉരുക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഒരു കോയിൽ വൈസ് നിങ്ങൾ ഒരുപാട് ഹൗസ് വയറിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ അവരോട് സാമ്പിൾ തരാൻ പറയുക, ജസ്റ്റ് നിങ്ങളൊരു ലാമ്പ് വെച്ചിട്ട് ഒന്ന് കത്തിച്ച് നോക്കുക, അത് എത്ര സ്പീഡിൽ അത് ബേൺ ചെയ്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ ഔട്ടർ ഇൻസുലേഷൻ എത്ര സ്പീഡിൽ പോകുന്നുണ്ടോ അത്രത്തോളം അതിന് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിന് ഇൻറ്റഗ്രിറ്റി കുറവാണ്. FR റേറ്റഡ് കേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന് ഒരു ഇതുമില്ല, ഒരു മാർക്കിങ്ങും ഇല്ല, കമ്പനിയുടെ പേരില്ല, വോൾട്ടേജ് റേറ്റിംഗ് ഇല്ല, മെഗർ അടിച്ച് ചെക്കില്ല. അപ്പോൾ എന്താണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പോൾ അതൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഈ V-Guardൻ്റെ ഒരുപാട് നല്ലതെന്ന് പറയുന്നില്ല എങ്കിലും അത്യാവശ്യം കൊള്ളാം എന്ന് മാത്രമേ ഉള്ളൂ. ഇതും കരിയുന്നുണ്ട്, അത്യാവശ്യം കൊള്ളാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 കാര്യത്തിന്, കോപ്പറിൻ്റെ പ്യൂരിറ്റി പ്ലസ് ഇതിൻ്റെ ഔട്ടർ ഷീറ്റ്, ഇതിൻ്റെ ആ ഒരു സംഭവത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കേബിൾസിന് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതർ കാര്യങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ 1000 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. 1000 വോൾട്ട് എന്താണെന്ന് അറിയാം? അപ്പോൾ ഇതിൻ്റെ അകത്ത് 1000 വോൾട്ട് പാസ് ചെയ്യാമെന്നല്ല അർത്ഥം. ഇത് 230 വോൾട്ട് കടത്തിവിടുന്ന AC ലൈൻ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് 1000 വോൾട്ട് കടത്തിവിടാൻ പറ്റില്ല. 1000 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്, അതായത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആവരണം ഉണ്ടല്ലോ, ഇത് 1000 വോൾട്ട് വരെ ഒരു പർട്ടിക്കുലർ സമയത്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അറിയാം, നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? 1 മിനിറ്റ് സമയത്തിന് ഒരു 1000 വോൾട്ട് അല്ല 500 വോൾട്ടൊക്കെ കടത്തി വിട്ടിട്ട് നമ്മളത് ഇതിൻ്റെ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതായത് ഇതിലൂടെ ലീക്ക് ആവുന്നുണ്ടോ, ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വഴി ചെക്ക് ചെയ്യുക. മെഗർ എന്ന ഇൻസ്ട്രുമെൻറ്റ് ഇതുവഴി ചെക്ക് ചെയ്യുന്ന ഒരു സംവിധാനം. അപ്പോൾ ഈ 1000 വോൾട്ട് FR എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് കേബിളാണ്. 1000 വോൾട്ടിൽ ചെക്ക് ചെയ്തിട്ടുണ്ട്. FR കേബിളാണ്, അതിൻ്റെ ഇൻസുലേഷൻ യൂസ് ചെയ്തിരിക്കുന്നത് FR ആണ്. ഈ FR ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ യൂസ് ചെയ്യുന്ന സാധനങ്ങളിലൊക്കെ ഫ്ലെയിമബിലിറ്റി ടെസ്റ്റിംഗ് ഉണ്ട്. അതിന് അണ്ടർ ലിറ്ററൽ ലബോറട്ടറി UL എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ഫ്ലെയിമബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ ഒരു ഏജൻസിയാണ്.
അപ്പോൾ ഇവർ ചെക്ക് ചെയ്ത അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ പ്രകാരം ചെക്ക് ചെയ്ത കേബിൾസാണ് ഇതെന്നാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ UL സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അപ്പം അതാണ് പ്ലാസ്റ്റിക്. അതായത് നമ്മൾ റീസൈക്കിൾ ചെയ്തു വരുന്ന പല സാധനങ്ങളും വെച്ചിട്ടായിരിക്കും ഇതുപോലുള്ള ലോക്കൽ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ ഏത് സമയത്തും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയാണ്. ഈ കേബിൾ ഇപ്പം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെ വീട്ടിൽ റീവയറിങ് ചെയ്തേ, അതായത് എന്തോ ഇങ്ങനെയുള്ള വയറിട്ടുകൊണ്ട് അവർക്ക് ആദ്യം ഇനിഷ്യൽ കോസ്റ്റ് കുറഞ്ഞ് കിട്ടിയെങ്കിലും രണ്ടാമത് റീവയർ ചെയ്ത് പുതിയ കേബിൾ ഇടേണ്ട വന്നു. സോ നമുക്ക് അൾട്ടിമേറ്റ്ലി നഷ്ടം തന്നെയാണ്. സോ നിങ്ങൾ കോയമ്പത്തൂർ നല്ല എവിടെ നിന്ന് വാങ്ങിച്ചാലും കോപ്പീഡ് പ്രോഡക്റ്റിന് വില കുറയും, വാറണ്ടി ഇല്ലാതെ വാങ്ങുന്ന പ്രോഡക്റ്റിന് വില കുറയും, ടാക്സ് വെട്ടിച്ചിട്ട് കിടക്കുന്ന സാധനങ്ങൾക്ക് വില കുറയും. 3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടാനുള്ള ഇതുണ്ടാവുള്ളൂ. 3 അല്ല 4 ഒരെണ്ണം കൂടി ഉണ്ട്. ഇനി ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്നും സെക്കൻഡായിട്ട് റിജക്റ്റ് ചെയ്യുന്ന അതെന്താണെന്ന് അറിയാമോ? ഈ 3 കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ പിന്നെ ചെയ്യാം. ഈ 4 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി ഇല്ലാതെ കിട്ടുന്ന സാധനം. ഒരു പ്രോഡക്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ അതിന് ഇത്ര വർഷത്തെ വാറണ്ടിയും കൂടെ ഉൾപ്പെടുത്തിയാണ് ഒരു പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അപ്പോൾ ആ വാറണ്ടിയുടെ കാരണം ഈ ഒരു സാധനം, ഒരു കോയിൽ കേബിൾ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അതിനെന്തെങ്കിലും ഡാമേജ് വന്നാൽ നമ്മൾ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥമാണ്. അപ്പോൾ ആ ഒരു വിലയും കൂടെ അവർ ഈടാക്കും. അതാണ് വാറണ്ടി ഇല്ലെങ്കിൽ അത് നമുക്ക് എന്താ പറയുക, ചൈന സാധനങ്ങൾ എങ്ങനെയാണ് ഇത്രയും ചീപ്പായിട്ട് കൊടുക്കുന്നത്, അതിന് വാറണ്ടി ഇല്ല. അപ്പോൾ അതൊന്നും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് വെട്ടിച്ചും അല്ലാതെയൊക്കെ വരുന്ന ഓർഡറുകൾ അങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ ഒബിയസ്ലി ആ ടാക്സിൻ്റെ റിഡക്ഷൻ നിങ്ങൾക്ക് ഇതായിട്ട് കിട്ടും. പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്വാളിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ക്വാളിറ്റി ഡിഫർ ചെയ്യുന്നതിനനുസരിച്ച് അത് വ്യത്യാസപ്പെടും. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡായിട്ട് വരുന്ന സാധനങ്ങൾ, അത് ഫാക്ടറി ഔട്ട്ലെറ്റുകളിൽ നിന്ന് ക്വാളിറ്റി ചെക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ട് റിജക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ, ചിലപ്പോൾ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, പെയിൻറ്റ് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തകരാറ്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഒരു ഡാമേജ് വന്നാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഏത് ടെസ്റ്റിങ്ങിലാണ് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ പല ഹോം അപ്ലയൻസുകൾ എന്തും ഇറങ്ങിയാലും സെക്കൻഡ് ഔട്ട്ലെറ്റ്, ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിറങ്ങുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വില കുറവാണ്. എന്താണ് വില കുറവ്? കാരണം ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ അവർ എക്സ്പോർട്ടിങ് ആയിരിക്കും കൂടുതൽ, അല്ലേ? ആ എക്സ്പോർട്ടിൽ പല ചെക്കിങ്ങിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ കയറ്റി അയക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന തകരാറില്ല, അതിൽ വരുന്ന മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്കുകൾ റിജക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അതൊരു 100% സാറ്റിസ്ഫൈഡ് പ്രോഡക്റ്റ് അല്ല, എങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ അതിലും നിങ്ങൾ സേഫ്റ്റി മാനദണ്ഡങ്ങൾ, പ്രത്യേകിച്ച് ഗ്യാസ് സ്റ്റൗവുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇലക്ട്രിക് അപ്ലയൻസസുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ കെയർ ചെയ്യുക. സോ ഡോണ്ട് പ്ലേ വിത്ത് യുവർ ലൈഫ്, അതേ പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കേബിൾസ് എടുത്തതിന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിമബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവും. കോപ്പറിൻ്റെ ആ ഒരു ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കോഡ്സും സ്റ്റാൻഡേർഡ്സും ഒക്കെ എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫിനോലെക്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിനോലെക്സ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് അറിയാവുന്ന ഒരു കാര്യമുള്ളൂ. ഓൾറെഡി കമ്പനി തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജെന്യൂനായിട്ട് തോന്നി ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ടെസ്റ്റഡായിട്ട് നിങ്ങൾ സെക്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞു.